വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 13-16 വാക്യങ്ങളൊന്ന് വായിക്കോ. തിരിഞ്ഞപ്പോൾ 7 പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായത്തിലുള്ള വാൾ പുറപ്പെടുന്നു. 20-ാം വാക്യം. എൻ്റെ വലം കയ്യിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻ നിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ 7 സഭകളുടെ ദൂതന്മാരാകുന്നു. നിലവിളക്ക് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നേ? സഭയെ. വെളിപ്പാട് പുസ്തകത്തിലും സഭയുടെ മധ്യേ നിൽക്കുന്ന ക്രിസ്തുവിനെ കാണുകയാണ്. ആമേൻ, ഹല്ലേലൂയ. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ. ആ 7 പൊൻനിലവിളക്കുകൾ എന്തിനെയാ കാണിക്കുന്നേ? സഭയെ. ഉറക്കെ പറ. സഭയെ. സഭയെ. ക്രിസ്തു എന്തിന്റെ മധ്യയിൽ നിൽക്കുന്നു? സഭയുടെ. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാനുണ്ട്. ആമേൻ. അതുകൊണ്ട് കർത്താവ് സഭകളുടെ മധ്യയിൽ നടക്കുന്നവനാണ്. സഭ കർത്താവിന്റെ സ്വന്തമാണ്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. ഹല്ലേലൂയ. സഭ കർത്താവിന്റെ സ്വന്തമാണ്. സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് സർവത്തിന് മീതെ അവനെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായ തന്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. എഫേസ്യർ 3:18. വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആഴത്തിൽ വേരൂന്നുക, നിങ്ങളെല്ലാ നിറവോളം നിറയുക. കർത്താവിന്റെ സ്നേഹത്തിന്റെ വീതിയും നീളവും ആഴവും ഉയരവും എന്തെന്ന് വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കുക. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തു സ്നേഹത്തെ അറിയുക. എല്ലാ നിറവോളവും നിറഞ്ഞു വരിക. ആമേൻ, ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാ നിറവോളവും നിങ്ങൾക്ക് നിറഞ്ഞു വരുവാൻ കഴിയണമെങ്കിൽ സകലവും നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന ദൈവസഭയ്ക്കകത്ത് നിങ്ങൾ അതിന്റെ ഭാഗമായിരിക്കണം. ആമേൻ, ഹല്ലേലൂയ. 1 പത്രോസ് 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, കർത്താവ് ശിരസ്സായിരിക്കുന്ന, കർത്താവ് ശരീരമായിരിക്കുന്ന സഭയുടെ അവയവങ്ങളായ നിങ്ങൾ ഓരോരുത്തരും ആ സഭയോട് കാണിക്കുന്ന സ്നേഹവും അവൻ്റെ സഭയോട് കാണിക്കുന്ന ഉത്സാഹവും കർത്താവിനോട് കാണിക്കുന്ന സ്നേഹമാണ്. കാരണം സഭ ക്രിസ്തുവിൻ്റെയാണ്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ, ആ വേർഡ് ഭയങ്കരമാണ്, അവൻ്റെ മണവാട്ടിയാണ് സഭ.